അറബ് രാജ്യങ്ങളിലെല്ലാം പ്രൊട്ടക്ടർ എന്നാണ് അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വിശ്വസ്ത പങ്കാളി എന്ന് പറയുന്നത് ഖത്തറാണ്. അപ്പോൾ ഖത്തർ ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും ഇസ്രയേൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഒരു ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക അറിഞ്ഞില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് പണവും മറ്റ് സഹായങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഒരു വിശ്വസ്ത സഹായിയായിട്ട് അവർക്ക് മാറാൻ കഴിയില്ല എന്ന് അറബ് രാജ്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. തെറ്റു പറയാൻ പറ്റുമോ? അറബ് രാജ്യങ്ങൾ അവരുടെ ഒരു വിഡ്ഢിത്തരം എന്നേ നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക എവിടെയെങ്കിലും വരിക, ആരെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായി കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് അമേരിക്ക സ്വീകരിച്ച പൊതു നടപടിയുടെ ഭാഗമാണ്. നിങ്ങളെ ആരോഗ്യപരമായിട്ട് നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ നിർദ്ദേശിക്കും. ഇതാണ് അതിൻ്റെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെത്തിയത് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പ്ലാൻ ചെയ്ത അറ്റാക്കാണ്. ഇസ്രായേലിനെ കൊണ്ട് ഖത്തറിലേക്ക് ആക്രമണം നടത്തി ഹമാസിന് ഉന്മൂലനം ചെയ്യാൻ എന്നുള്ള പേരിൽ നടത്തിയ ഇതൊരു ജസ്റ്ററാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഉള്ളത് ഖത്തറിൽ, പിന്നെ സൗദി അറേബ്യ, അതുപോലെ കുവൈറ്റ്, എല്ലായിടത്തും ഈ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ ഈ സാന്നിധ്യവും ബേസിസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന് അങ്ങോട്ട് അടിക്കണമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഖത്തറിനെ തിരിച്ച് ഇസ്രായേലിനെ അടിക്കണമെന്ന് വിചാരിക്കുക. ആരുടെ ആയുധം ഉപയോഗിക്കേണ്ടി വരിക? അമേരിക്കയുടെ ആയുധം. ആലോചിച്ച് നോക്കും. ഇപ്പം സൗദി അറേബ്യയും അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? അമേരിക്കയുടെ അല്ലാതെ വേറെ നിവൃത്തിയില്ല. വിമാനവും ആയുധം എല്ലാം അമേരിക്കയുടെയാണ്. അപ്പൊ ഈ ഒരു ഖത്തറിൽ കയറി അടിച്ചോടുകൂടി, അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതായിരുന്നു ഇസ്രായേൽ. കാരണം ഇവരുടെ നടുക്കാണല്ലോ ഇസ്രായേൽ കിടക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളുടെ എല്ലാം കൂടെ ഇടയ്ക്കാണ് ഇസ്രായേൽ കിടക്കുന്നത്. ഈ ഇസ്രായേൽ ഈ രീതിയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അമേരിക്ക അടുപ്പിച്ചടിയാണ്. കാരണം എന്താ വെച്ചാൽ അമേരിക്കയുടെ ഡോമിനൻസ് അവിടെ അടിച്ചുറപ്പിക്കുക എന്നുള്ളൊരു ജസ്റ്ററാണ് ഈ ഖത്തറിലെ ആക്രമണം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഖത്തറിൽ കയറി അടിച്ചു. ഇന്നിപ്പം എനിക്ക് തോന്നുന്നു ഖത്തറിലെ മറ്റേ അറബ് രാജ്യങ്ങളിലെല്ലാം കൂടെ മീറ്റിംഗ് ഉണ്ടെന്ന്. അറബ് ഉച്ചകോടിയുണ്ട്. എന്ത് തീരുമാനിക്കും? ഒരു ചുക്കും തീരുമാനിക്കത്തില്ല. എന്നാലും നമ്മളിങ്ങനെ സംഭവിച്ചല്ലോ, അതിൽ നമുക്ക് പരിതപിക്കാം, പ്രതിഷേധമുണ്ട് എന്ന് പറയാം. ആ പ്രതിഷേധം നേരത്തെ തന്നെ ട്രംപ് ഇറക്കി. ഇതൊരിക്കലും ഇസ്രായേൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ ഖത്തറിനെ അറിയിച്ചിരുന്നു, അപലപിച്ചു. അതായത് ഈ സ്ഥിരം വൈകി വരുന്ന ആൾക്കാർ പറയുമല്ലോ, ബസ് കിട്ടിയില്ല എന്ന് പറയും. സെയിം സംഗതി തന്നെയാണ് ഇപ്പം ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഇറ്റ്സ് എ ക്ലിയർ മെസ്സേജ്. നിങ്ങൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സാന്നിധ്യമാണെന്നും, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ ഡോമിനൻസിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ഈ സെപ്റ്റംബർ 9 നടന്ന ആക്രമണത്തിന് ശേഷം ഈ നെതന്യാഹുവിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അത് കേൾക്കേണ്ട ഒരു സാധനമാണ്. അതായത് അമേരിക്ക കോട്ട് ചെയ്തുകൊണ്ടാണ് അതായത് ഇതിൻ്റെ ടൈമിങ് നോക്കിക്കണം. ഈ സെപ്റ്റംബർ 9 ഇവിടെ ഖത്തറിൽ ഇസ്രായേൽ അടിക്കുന്നത്. സെപ്റ്റംബർ 11 പറയുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്തതിൻ്റെ വാർഷികമാണ്. അപ്പോൾ സെപ്റ്റംബർ 10 നെതന്യാഹുവിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതായത് അമേരിക്ക തങ്ങളെ ആക്രമിച്ച ഒസാമ ബിൻ ലാദനെ ഏത് മാളത്തിൽ പോയിരുന്ന് ഒളിച്ചിരുന്നു കഴിഞ്ഞാലും കണ്ടെത്തി നശിപ്പിക്കും എന്നുള്ള ആ ഒരു അമേരിക്കൻ നിലപാട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഖത്തറിൽ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദ അമേരിക്കൻ എന്താ പറയുക, ആ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ബിൻലാദനെ എങ്ങനെ തീർത്തു അങ്ങനെ തന്നെ ഇവിടെ തീർത്തു അല്ലേ? അന്ന് ഈ എന്തിനാണ് ഈ രാജ്യത്ത് കയറി ആക്രമിച്ചതെന്ന് ആരും ചോദിച്ചില്ല. അപ്പോൾ അതിന്റെ കൃത്യമായ മറുപടി അത് സെപ്റ്റംബർ 10 നെതന്യാഹുവിന്റെ പ്രസംഗം. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതിന്റെ വാർഷികം. സെപ്റ്റംബർ 9 ഹമാസിനെ ആക്രമിക്കുന്നു. ഇതെല്ലാം കൂടെ വളരെ പ്ലാൻഡാണ്. ഇത് അമേരിക്ക പ്ലാൻ ചെയ്ത സാധനമാണ്. എന്നിട്ട് ഇനിയിപ്പോ ഇന്നിപ്പോ ഉച്ചകോടി നടക്കും. ഈ അറബ് രാജ്യങ്ങളെല്ലാം ഉച്ചകോടിയിൽ നിന്ന് ഒന്നിച്ചിരുന്ന് ആലോചിച്ചിട്ട് അവർ ചെന്നിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ? അവർക്ക് ഈ പറഞ്ഞ പോലെ മുന്തിരി മറ്റേ എന്താ പറയുക, ഈന്തപ്പഴവും ബിരിയാണിയും കശുവണ്ടിയും കഴിച്ച് പിരിയാവുന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ ഇവരുടെ എല്ലാം പ്രൊട്ടക്ടർ എന്നാണ് പറയുന്നത്. അതെ, മനസ്സിലായില്ലേ? ഇവർക്കൊന്നും ഈ ആർക്കെങ്കിലും ഈ ആരോഗ്യം ഉള്ളെങ്കിൽ സ്വയം രക്ഷ ഉറപ്പിക്കുന്ന ആൾക്ക് വേറൊരു രക്ഷ ആവശ്യമില്ലല്ലോ.
അപ്പോൾ ഇവരുടെ ഈ അറബ് രാജ്യങ്ങളിലെല്ലാം പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ സാന്നിധ്യം അമേരിക്കയാണ്. അവിടെ എല്ലാം ഗൾഫ് താവളങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതും മാത്രമല്ല, ഡോമിനേഷനിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഗാസ ഏറ്റെടുക്കാൻ പോകും. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ നടത്തുകയാണ് ചെയ്യുന്നത്. ഈ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോൾ ആ ഒരു സംഗതിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു സംഗതി വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതേ ട്രംപ് ഇപ്പൊ ഈ ഖത്തറിൽ കയറി ഇസ്രായേൽ അടിച്ച് വലിയ മോശമായിപ്പോ അങ്ങനെ നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്ന ട്രംപ് പെട്ടെന്ന് നാറ്റോ രാജ്യങ്ങളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ്? റഷ്യ യുക്രൈനിലേക്ക് അയച്ച ഒരു ഡ്രോൺ, ഒരു മിസൈല് പോളണ്ടിൽ വീണിരിക്കുന്നു. അപ്പോൾ ഒരു നാറ്റോ രാജ്യത്തിന്റെ സോവറിറ്റിയെ റഷ്യ കടന്നാക്രമിച്ചിരിക്കുന്നു, നിങ്ങളിത് റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതേ സമയത്ത് ഇവിടെ നെതന്യാഹു 7 അറബ് രാജ്യങ്ങളാണ് ഒറ്റയടിക്ക് ആക്രമിച്ചത്. ഇപ്പൊ ലെബനൻ, അതേപോലെ തന്നെ ഇറാൻ, സിറിയ, പാലസ്തീൻ, ഇങ്ങനെ 7 രാജ്യങ്ങൾ ചുറ്റുപാടും ഇയാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ട്രംപ് പറയുന്നത് ഇത് മോശമായി പോയെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഈ അറബ് മേഖലയിലുള്ള തങ്ങളുടെ ആധിപത്യം, അൺക്വസ്റ്റ്യൻഡ് ഡോമിനൻസ്, അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അമേരിക്കയുടെ ഒരു നടപടിയായിരുന്നു ഇസ്രായേലിനെ കൊണ്ട് ഹമാസിനെ അടുപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഹമാസിനെ തീർക്കുക, അതും കൂടെ അത് തീർത്തിട്ട് വേണം ഗാസയിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ ടൂറിസം റിസോർട്ട് പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള സംഗതി. ഇപ്പൊ ഈ ഡിസ്കഷൻ തന്നെ പോകുന്നത് അതിന്റെ പേരിലാണ്. ഈ ഗാസയിൽ ഇപ്പൊ ഇന്നലെയും ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഗാസയിൽ നടക്കുന്ന കൊടിയ ആക്രമണങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഗാസയിൽ അഭയാർത്ഥികളെ താമസിച്ചിരുന്ന ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ നേർക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്ന അമേരിക്കയുടെ ആ ഒരു വ്യക്തമായ ആ ഒരു മിഡിൽ ഈസ്റ്റ് പ്ലാൻ അതിന്റെ അവസാനത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഖത്തറിലെ ആക്രമണത്തിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഇപ്പം UAE ആയിക്കോട്ടെ, സൗദി അറേബ്യ ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ സ്വതന്ത്ര സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഇനി മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊരു അലയൻസിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം US മാത്രമല്ല, റഷ്യയുടെ കൂടെ നിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്, ഇന്ത്യയുണ്ട്. അത്തരത്തിലുള്ള അലയൻസ് അതൊന്നും ഈ അമേരിക്കയുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ സമ്മതിക്കില്ലായിരുന്നല്ലോ. ഇനി അത് വേണ്ട എന്നവർ ചിന്തിച്ചാൽ അത്തരൊരു നീക്കം നടത്താം. അത് പെട്ടെന്ന് സാധ്യമാവണമെന്നില്ല. ഇപ്പൊ എവിടെയൊക്കെ അമേരിക്കൻ ബേസ് കിടക്കുകയല്ലേ ഓരോ രാജ്യത്തും. ഇപ്പൊ സൗദി അറേബ്യക്ക് എന്ത് മിലിറ്ററി ശേഷിയുള്ള അല്ലെങ്കിൽ അതർവൈസ് അമേരിക്കയാണ്. ഇപ്പൊ കുവൈറ്റ്, അതുപോലെ ഖത്തറിലാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള സംഗതി. അപ്പൊ അതുകൊണ്ടാണ് ഈ ചങ്ങാതി കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിട്ട് മറ്റേ $400 മില്യൺ ഒരു വിമാനം വാങ്ങിച്ചിട്ട് ആലോചിച്ച് നോക്കണേ. എന്തൊരു ക്രൂരതയാണ് ഈ ട്രംപിന്റെ ആ ഒരു അമേരിക്കൻ ട്രംപ് അല്ലത്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ആ ഒരു മുഖമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ നയിക്കുന്നത് മുഴുവൻ ജ്യൂസാണ്. വളരെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ജ്യൂസാണ് അമേരിക്ക നിയന്ത്രിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ കാണുന്ന ആ ഒരു പൊളിറ്റിക്സ് ആണ് നമ്മളിവിടെ കാണുന്ന സംഗതി. അതുകൊണ്ടാണ് ട്രംപിനും ഒരു പരിധിവരെ ഇതിനകത്തൊക്കെ നിയന്ത്രണമുള്ളൂ. നമ്മൾ ട്രംപ് ഈ വട്ടനാണ്, അയാൾക്ക് മറ്റേ തലയ്ക്ക് വെളിവില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മളത് പുറമേ അയാളെങ്ങനെ കാണിക്കുന്നെങ്കിലും ഇതെല്ലാം ഈ സ്കീമിങ് കംപ്ലീറ്റ് നടത്തുന്ന ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ്. അതിന് യാതൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ പക്ഷെ അതിന്റെ തകർച്ചയുടെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇപ്പം ട്രംപിന്റെ അത് വേറൊരു വിഷയമാണ്, മറ്റേ ചാർലി കിർക്കിനെ വെടിവെച്ചു വന്ന സംഗതി. അപ്പൊ ഈ ഒരു അമേരിക്കൻ എംപയറിന്റെ ആ പതനം ആരംഭിച്ചു എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണ് ഒരേ സമയം നമ്മൾ ഈ ഖത്തറിൽ നമ്മൾ കാണുന്നത്. ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഒപ്പം തന്നെ ഇപ്പം ഈ SCO ഉച്ചകോടി ഇപ്പം നടന്നു. അവിടെ തന്നെ ഇപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചേരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി വരുന്നു, ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ് വരുന്നു, 2 ദിവസം പറഞ്ഞപ്പോൾ കിം ജോങ് ഉൻ വരുന്നു. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ലേ? അമേരിക്കയെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് ചൈന ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നു, എന്നിട്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ നിർത്തുന്നു. അപ്പോൾ അമേരിക്ക മാത്രമല്ല ഏകശക്തി, വൻ ശക്തികൾ മറ്റ് ചിലതുകൂടെ ഉണ്ട് എന്ന് ഈ അറബ് രാജ്യങ്ങൾ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. മാത്രമല്ല ഇന്നലെ ഇപ്പം ഇതിന്റെ മീറ്റിംഗ്, ബ്രിക്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ബ്രിക്സിന്റെ ഉച്ചകോടി ബ്രസീലിന്റെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി. കാരണം ലോക ജനത 56% പോപ്പുലേഷനുള്ള രാജ്യമാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. GDPയുടെ 44%, കുറവല്ല. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇടയ്ക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പൊളിറ്റിക്കൽ ബോൾഡ്നെസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ ഭീഷണി നേരിട. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ എംപയറിന്റെ ഒരു തകർച്ചയും കൂടെയാണ് നമ്മൾ ഇതിനകത്തൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് പോലും നമുക്ക് ഈ ഖത്തറിലെ
ആക്രമണത്തെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത് പെട്ടെന്നായിരിക്കത്തില്ല സംഭവിക്കുക, കാര്യം ഈ വലിയ കപ്പൽ മുങ്ങുന്നതിന് സമയം വേണ്ടി വരും. അതെ അതെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ അറബ് ഉച്ചകോടിയൊക്കെ നടക്കുന്നത് അമേരിക്കയും നന്നായി വീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ കളിച്ചാൽ അറബ് രാജ്യങ്ങളെ ഞങ്ങളങ്ങ് ഫിനിഷ് ചെയ്യും എന്നുള്ള ഒരു പറയാതെ പറച്ചിലൂടെയല്ലേ ഇത് നടക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പൊ നെതന്യാഹു കയറി ഖത്തറിൽ അടിച്ചു. ഖത്തർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് അടിച്ചേക്കുന്നത്, റെസിഡൻഷ്യൽ ഏരിയയിൽ അടിച്ചേക്കുന്നത്. അതല്ല ഇനിയിപ്പോ ഖത്തറിന്റെ അമീർ ഇരിക്കുന്ന അല്ലെങ്കിൽ പ്രസിഡന്റ് ഇരിക്കുന്ന ബിൽഡിംഗ് അടിക്കുന്ന അടിക്കും. ഇത്രയേ ഉള്ളൂ സംഗതി. ഒന്നും ചെയ്യാനില്ല. നത്തിങ്. 1800 കിലോമീറ്റർ ദൂരെ കൂടെയാണ് ഈ വിമാനങ്ങൾ വരുന്നത്. ഇപ്പൊ ഈ ഖത്തറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ആക്രമണം അറബ് രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങൾ നടത്തിയാലും ആ രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ പോകില്ല. അതാണ് ദിസ് ഈസ് എ മെസ്സേജ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.